നമുക്ക് പുതിയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസ് സെക്കൻഡ് അഥവാ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. വെതർ ആൻഡ് ക്ലൈമറ്റ്, ദിന അന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അന്തരീക്ഷ സ്ഥിതിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൂര്യൻ, പിന്നെ കാറ്റ് വീശുന്നു, മഴ പെയ്യുന്നു, കാർമേഘം, അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വായിക്കാം. ഒബ്സർവ് ദി പ്രസന്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അറ്റ് യുവർ പ്ലേസ്. ആർ ദി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ദാറ്റ് വി എക്സ്പീരിയൻസ് സച്ച് ആസ് സൺലൈറ്റ്, റെയിൻ, മിസ്റ്റ്, wind, cloud, and the conditions such as hot and cold stable. The atmospheric conditions of any place depend on the factors such as temperature, pressure, wind, and humidity. They in turn are influenced by the amount of sunlight available there. Hence, these are called elements of weather. നിങ്ങളുടെ പ്രദേശത്തെ നിലവിലെ അന്തരീക്ഷ സ്ഥിതിയൊക്കെ നിരീക്ഷിക്കുക. വെയിൽ, മഴ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം തുടങ്ങി നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകൾ അന്തരീക്ഷത്തിൽ സ്ഥായിയാണോ, അതായത് സ്ഥിരമാണോ? അല്ല, അല്ലേ? ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകളും. അതിനാൽ ഈ ഘടകങ്ങളെയാണ് എലമെന്റ്സ് ഓഫ് വെതർ അഥവാ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. എലമെന്റ്സ് ഓഫ് വെതർ എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് പേജ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് precipitation for a shorter period of time are termed as weather. എന്താണ് വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്? ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്. ദി ആവറേജ് വെതർ കണ്ടീഷൻ experienced for a longer period or a larger area is termed as the climate. The climate of a place is determined by considering the weather conditions of about 35 to 40 years. The climatic conditions of any place is detrimental to the diverse flora and fauna as well as human life of the place. The influence of climatic elements is evident not only in the food habits, dressing, settlement and occupation, but also in the physical and mental conditions and in the color and race of mankind as well. Agricultural practices world over mainly correspond to the climatic conditions. Weather has always been an influential factor right from the early marine voyages which revolutionized the world history to the modern transport and communication systems. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന, ഒരുപാട് കാലങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദിവസവുമുള്ള അവസ്ഥ, ആ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണയിക്കുന്നത്. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതാത് പ്രദേശത്തെ കാലാവസ്ഥ സാഹചര്യങ്ങൾ നിർണായകമാണ്. ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, തൊഴിൽ തുടങ്ങിയവയിൽ മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണവർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമാണ്. ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തി മുഖ്യമായും കാലാവസ്ഥയ്ക്ക് അനുസൃതമായാണ്. ലോകത്തെവിടെയും
കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത്. ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താ വിനിമയ സംവിധാനങ്ങൾ വരെ ദിനാവസ്ഥ സ്ഥിതി വിവരങ്ങളെ ആശ്രയിക്കുന്നു. അതായത് ലോകചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയ ആദ്യകാലത്തെ സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ഇപ്പം നിലവിലുള്ള ഗതാഗത വാർത്താ വിനിമയ സംവിധാനങ്ങൾ വരെ ദിവസവുമുള്ള ഈ സ്ഥിതി വിവരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. Conduct a discussion in the class on the significance of weather studies in day-to-day human activities. Hence, agriculture, travel or transport, fishing, tourism. അതായത് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കുവാനാണ് ദൈനംദിന മനുഷ്യ പ്രവർത്തനങ്ങളിൽ ഈ ദിവസവുമുള്ള ഒരു അവസ്ഥ, അതായത് ദിനാവസ്ഥ പഠനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക. സൂചനകൾ കൊടുത്തിരിക്കുന്നത് കൃഷി, സഞ്ചാരം, ഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ IMD അഥവാ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. Indian Meteorological Department is the agency functioning under the Ministry of Earth Sciences, Government of India. This is the principal agency responsible for the weather observations, weather forecast, etc. in the country. Delhi is the headquarters of IMD. Hundreds of observation stations are functioning at various places in India as well as in Antarctica. അതായത് എന്താണ് IMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് IMD എന്ന് പറയുന്നത്. രാജ്യത്ത് കാലാവസ്ഥ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസിയാണ് IMD. IMDയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. കൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായിട്ട് 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്നുണ്ട്. Let's have a detailed overview on the elements of weather and climate being influential on every human activity on the earth. ഭൂമുഖത്തെ സകല മനുഷ്യ പ്രവർത്തനങ്ങളെയും ദിനാവസ്ഥയും കാലാവസ്ഥയും സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം വായിച്ച അന്തരീക്ഷമർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ദിനാവസ്ഥ ഘടകങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില. As you know, the sun is the sole source of energy for the earth. Energy is produced in the sun by nuclear fission. Haven't you studied about nuclear fission in the science class? അതായത് സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അണുസംയോജന പ്രക്രിയ അഥവാ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ ഊർജ്ജം ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ നേരത്തെ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് പേജ്. മാസീവ് എമൗണ്ട് ഓഫ് എനർജി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സൺ ത്രൂ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് എമിറ്റഡ് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി radiated from the sun reaches the earth's surface, approximately 1 part of 200 million. The amount of sun's rays reaching the earth's surface is called insolation. അണുസംയോജനത്തിലൂടെ അഥവാ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായിട്ട് അഥവാ ഷോർട്ട് വേവ്സ് ആയിട്ട് വികിരണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഏകദേശം 200 ദശലക്ഷത്തിൽ 1 ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്, അതായത് ഭൂമിയിലേക്ക് എത്തുന്നത്. ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിൻ്റെ അളവിനെയാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്. A part of insolation coming towards the earth gets reflected or absorbed by the atmospheric particles such as clouds and dust particles. As the incoming solar radiation is in the form of short waves, it does not heat the atmosphere considerably. അതായത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗര വികിരണം, അതായത് സൂര്യരശ്മികൾ, അതിൻ്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു.
അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വ തരംഗങ്ങളായതിനാൽ, ഷോർട്ട് വേവ്സ് ആയതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂട് പിടിപ്പിക്കാറില്ല. The Earth's surface gets heated by insolation. Then the heat is transferred to the atmosphere through various processes from the Earth's surface. Conduction, convection, advection and radiation are the major processes of heat transfer. വികിരണത്തിലൂടെ അതായത് ഈ സൂര്യരശ്മിയിലൂടെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനമുണ്ടാകുന്നു. അതായത് ഈ ചൂട് ഭൂമിയുടെ മുകളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ. ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് നോക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദി റിയാക്ഷൻ ഇൻ വിച്ച് 2 or more atomic nuclei collide and merge together to form a larger atom. This process is common in the case of elements with a lower atomic number. Massive amount of energy is generated through this process. രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. In all the stars, including the sun, energy is continuously generated through nuclear fusion. It is estimated that 600 million tons of hydrogen is being converted to helium every second in the sun through this process. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ്, അണുസംയോജനത്തിലൂടെയാണ്. സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായി കണക്കാക്കുന്നു. അതായത് സൂര്യനിൽ 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജനാണ് ഈ പ്രവർത്തനത്തിലൂടെ ഹീലിയമായിട്ട് മാറുന്നത്. പ്രോസസ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ. അതായത് എന്താണ് അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകൾ എന്ന് നോക്കാം. കണ്ടക്ഷൻ, അതായത് താപചാലനം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദി ലോവർ പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദി സർഫേസ് ഓഫ് ദി എർത്ത്. അതായത് ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. അതാണ് കണ്ടക്ഷൻ. അതായത് ഈ ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ചൂട് പകരുന്നു. അതാണ് കണ്ടക്ഷൻ. നെക്സ്റ്റ് കൺവെക്ഷൻ. സംവഹനം എന്താണെന്ന് നോക്കാം. As the heated air expands and rises up, heat is transferred to higher reaches of the atmosphere. അതായത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ചൂട് വ്യാപിക്കുന്നു. അതിനെയാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വെക്ഷൻ അഥവാ അഭിവഹനം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്. അഭിവഹനം എന്ന് പറഞ്ഞാൽ, അതായത് അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ, അതായത് ഹോറിസോണ്ടലി ആയിട്ട് തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. അടുത്തത് റേഡിയേഷൻ, വികിരണം. എമിഷൻ ഓഫ് എനർജി ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ് ആഫ്റ്റർ ദി എർത്ത് സർഫേസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. അതായത് ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി
ഭൗമ ഉപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നതോടുകൂടി ദീർഘതരംഗങ്ങളായിട്ട് ആണ് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഊർജം എനർജി പുറന്തള്ളുന്നത്. അതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് വേവ്സ് ആൻഡ് ലോങ് വേവ്സ്, ഹ്രസ്വ തരംഗങ്ങളും ദീർഘ തരംഗങ്ങളും. എനർജി ഈസ് റേഡിയേറ്റഡ് ഇൻ ദി ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ഫ്രം ദി hotter objects. Due to high frequency, the short waves traverse through the atmosphere without obstruction. Objects with relatively less heat radiate energy in the form of long waves. Due to low frequency, long waves will be absorbed or reflected by the atmospheric particles. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ്, ഷോർട്ട് വേവ്സ് ആയിട്ടാണ്. ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വ തരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകുവാൻ കഴിയുന്നു. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം നടക്കുന്നത് ദീർഘ തരംഗങ്ങളായിട്ടാണ്, അഥവാ ലോങ് വേവ്സ് ആയിട്ടാണ്. ഈ തരംഗങ്ങൾക്ക് ആവൃത്തി കുറവായതിനാൽ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിക്കപ്പെടുകയോ ചെയ്യുന്നു. Next page. The re-radiation of energy in the form of long waves from the Earth's surface is called terrestrial radiation. The absorption of terrestrial radiation by the atmospheric gases such as carbon dioxide heats up the atmosphere. This phenomenon is termed as greenhouse effect. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭൗമവികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ലോങ് വേവ്സ് ആയിട്ട് ഈ എനർജിയെ പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നു. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയെ ഈ ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നു. ഇതിനെ ഹരിതഗൃഹ പ്രഭാവം എന്നാണ് പറയുന്നത്. എന്താണ് ഹരിതഗ്രഹങ്ങൾ? അതായത് വാട്ട് ആർ ഗ്രീൻ ഹൗസ് ഇൻക്വയർ, അതായത് എന്താണ് ഹരിതഗൃഹങ്ങൾ എന്ന് അന്വേഷിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിതഗൃഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിശൈത്യ രാജ്യങ്ങളിലൊക്കെ ചില ചെടികളൊക്കെ ഈ തണുപ്പിൽ നശിച്ചു പോകും. അപ്പം അങ്ങനെ നശിച്ചു പോകാതെ ഒരു ചില്ല് കൂട്ടിൽ ഈ ചെടികളെയൊക്കെ വളർത്തുന്നു. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം മാത്രമേ അകത്തേക്ക് കടക്കുകയുള്ളൂ. ഇതിൻ്റെ ഈ ചില്ലുകൂടിൻ്റെ അകത്തെ ചൂട് പുറത്തേക്ക് പോവുകയില്ല. അപ്പോൾ ഈ അങ്ങനെ താപനില ഉയർന്ന് ചില്ലുകൂടിൻ്റെ അകത്ത് താപനില ഉയർന്നു അങ്ങനെ ചെടികളൊക്കെ നശിച്ചു പോകാതെ സംരക്ഷിക്കുന്നു. ഇതാണ് ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നത്, ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓൾമോസ്റ്റ് എൻറ്റയർ എനർജി റീച്ചിങ് ദി എർത്ത് ആസ് ഇൻസുലേഷൻ ഈസ് റേഡിയേറ്റഡ് ബാക്ക് every day. Thus the surface temperature of the earth remains balanced without becoming extremely hot or cold. This process of heat balancing is called the heat budget of the earth. അതായത് പ്രതിദിനം ദിവസവും ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമ ഉപരിതലത്തിലെ താപം ക്രമാതീതമായിട്ട് കൂടാതെയും കുറയാതെയും സന്തുലിതമായിട്ട് നിലനിർത്താൻ ആകുന്നു. അതായത് തുല്യാവസ്ഥയിൽ. ഈ താപസന്തുലന പ്രക്രിയയാണ് ഭൂമിയുടെ താപ ബഡ്ജറ്റ്, ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹീറ്റ് ബഡ്ജറ്റ് ഇൻ ദി സസ്റ്റൈനിങ് ദി എർത്ത് ആസ് എ ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റ്. ഭൂമി ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ താപസന്തുലന പ്രക്രിയയുടെ പ്രാധാന്യം ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഹീറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ താപ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ഹീറ്റ് ബഡ്ജറ്റ്. Consider the total amount of solar energy reaching the top of the atmosphere of the earth as 100 units. Out of this 35 units will be reflected back and 14 units will be absorbed by the atmospheric particles.
The total amount of energy reaching the surface of the earth is estimated as 51 units. Out of this, 34 units will be transferred to the atmosphere through the process of heat transfer such as conduction and convection. By re-radiating 17 units of energy directly from the earth's surface and 48 units from the atmosphere, the entire energy received by the earth and its atmosphere gets sent back. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജം, ആകെ സൂര്യൻ്റെ ഊർജം 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ അതിൽ 35 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകുകയും 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഭൗമ ഉപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജമാണ്. താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയകളിലൂടെ കൺവെക്ഷനിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിന് കൈമാറുന്നു. 17 യൂണിറ്റ് ഊർജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നേരിട്ടും 48 യൂണിറ്റ് ഊർജം എനർജി അന്തരീക്ഷത്തിൽ നിന്ന് പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു. ഇതിനെയാണ് ഹീറ്റ് ബഡ്ജറ്റ് അഥവാ ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. Do we get the same amount of energy from the sun throughout the day? ദിവസം മുഴുവൻ ഒരളവിലാണോ നമുക്ക് സൗരോർജം കിട്ടുന്നത്? ആണോ? The surface temperature of the earth gradually increased by the flow of insolation since the sun rises and attains the maximum by the noon. As the atmosphere is heated through various processes of heat transfer, it takes more time for the atmosphere to get heated up than the time taken for the Earth's surface. Thus, the temperature recorded at 2 p.m. is considered as the maximum temperature of the day by the meteorologists. The surface temperature of the Earth gradually decreases in the afternoon due to the decrease in intensity of insolation as well as the simultaneous terrestrial radiation. The Earth's surface as well as the atmosphere gets cooled by the more energy lost through terrestrial radiation during night. Thus, the temperature recorded just before the sunrise is considered as the minimum temperature of the day. എന്താണ് പറയുന്നത്? സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ ഉയരുകയും, അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ ഈ ഭൂമിയിലേക്ക് വരുന്ന ഈ സൂര്യൻ്റെ രശ്മികൾ ക്രമേണ ഉയരുന്നു. അത് ഉച്ചയോടുകൂടി പാരമ്യത്തിലെത്തുന്നു. അതായത് ഉച്ചയോടുകൂടി പരമാവധി ചൂടായിട്ട് വിവിധ താപവ്യാപന പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷം ചൂടാക്കുന്നത്. നമ്മൾ പഠിച്ചല്ലോ ഏതൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. അതിനാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിൻ്റെ തീക്ഷ്ണത കുറയുന്നതും സമാന്തരമായി ഉണ്ടാകുന്ന ഭൗമവികിരണവും മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു. രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു. അതിനാൽ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് പേജ്. മാക്സിമം മിനിമം തെർമോമീറ്റർ. Atmospheric temperature is measured using an instrument called thermometer. Maximum minimum thermometer is a special type of instrument made by connecting two ordinary thermometers using a U-shaped glass tube. The maximum temperature and the minimum temperature of a day can be read out from the recordings of a maximum minimum thermometer. അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണ്. 2 സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള
ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേക തരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാനാകും. Degree Celsius and degree Fahrenheit are the common units for recording temperature. In Fahrenheit, the melting point of water is 30 degree and the boiling point is 212 degree. This is equivalent to 0 degree Celsius and 100 degree Celsius respectively. Degree Fahrenheit equal degree Celsius into 9 by 5 plus 32. Degree Celsius equal degree Fahrenheit minus 32 into 5 by 9. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഫാരൻഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാങ്കം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. ഇത് യഥാക്രമം 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസുമാണ്. By making use of the maximum temperature and the minimum temperature, diurnal range of temperature and daily mean temperature can be calculated. Diurnal range of temperature is the difference between the maximum temperature and the minimum temperature of a day. Diurnal range equal maximum temperature minus minimum temperature. The average temperature of a day is called as daily mean temperature. Daily mean temperature equal maximum temperature plus minimum temperature by 2. കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം. ഒരു ദിവസത്തെ, അതായത് ഈ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ, അതായത് ഡ്യൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദൈനിക താപാന്തരം, ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദൈനിക താപാന്തരം ഈക്വൽ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്, അതായത് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ദൈനിക ശരാശരി എന്ന് പറഞ്ഞാൽ ഈക്വൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. The total energy of an object due to molecular movement is termed as heat. It is measured in joule. തന്മാത്ര ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. ഇത് ജൂൾ എന്ന ഏകകത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ ചൂട് അഥവാ താപം രേഖപ്പെടുത്തുന്നത് ജൂൾ എന്ന ഏകകത്തിൽ ആണ്. ജൂൾ എന്ന മെഷേർഡിലാണ് താപം കണക്കാക്കുന്നത്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് റെക്കോർഡഡ് ഇൻ യൂണിറ്റ്സ് സച്ച് ആസ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ. ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവ് പോലാണ് ഊഷ്മാവ് അഥവാ താപനില, ടെമ്പറേച്ചർ. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത്, തുടങ്ങിയ മെഷേഴ്സിലാണിത് രേഖപ്പെടുത്തുന്നത്. ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിൽ. ഒരു ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദി diurnal range of temperature and the daily mean temperature if the maximum and minimum temperatures of a place are 30 degree Celsius and 28 degree respectively. 28 degree Celsius respectively. ഒരു പ്രദേശത്തെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് സങ്കല്പിച്ച് ദൈനിക താപാന്തരവും ദൈനിക ശരാശരി താപനിലയും കണക്കാക്കുക. അതായത് ഡെയിലി മീൻ ടെമ്പറേച്ചറും ഡ്യൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും കണക്കാക്കുക. അതിൻ്റെ കണക്കാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പേജ്. ഡാറ്റ റിഗാർഡിംഗ് ദി ടെമ്പറേച്ചർ ആർ ബീയിങ് യൂട്ടിലൈസ്ഡ് ഫോർ ക്ലൈമാറ്റിക് സ്റ്റഡീസ് ആൻഡ് ഫർദർ അനാലിസിസ്.
Plotting the temperature recorded at specific places, smooth curved lines are drawn connecting the places having equal temperature. These imaginary lines are called isotherms. Isotherm maps are very useful for analyzing temperature distribution. അന്തരീക്ഷത്തിലെ താപനിലയെ സംബന്ധിച്ച വിവരങ്ങളെ കാലാവസ്ഥാ പഠനങ്ങൾക്കും കൂടുതൽ വിശകലനങ്ങൾക്കുമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ താപനില സംബന്ധിച്ച വിവരങ്ങളെ ഒക്കെയാണ് ഈ കാലാവസ്ഥാ പഠനത്തിനും വിശകലനങ്ങൾക്കുമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമതാപരേഖകൾ അഥവാ ഐസോതേംസ് എന്നാണ് വിളിക്കുന്നത്. താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്ക് സമതാപരേഖ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതായത് സമതാപരേഖകൾ ഐസോതേംസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ട് ഒരേ താപനിലയുള്ള പ്രദേശങ്ങൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പികമായിട്ടുള്ള രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെയാണ് സമതാപരേഖകൾ അഥവാ ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്കും പഠനങ്ങൾക്കുമൊക്കെ ഈ ഐസോതേംസ് ഉപയോഗപ്പെടുത്തുന്നു. സമതാപരേഖ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. See the map showing the world distribution of temperatures using isotherms. സമതാപരേഖകൾ ഉപയോഗിച്ച് ആഗോള താപവിതരണം കാണിക്കുന്ന ഒരു ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. Is the distribution pattern of isotherms shown in the map uniform? You might have noticed that the temperature gradually decreases while moving away from the equator. അതായത് നമ്മൾ ചിത്രം കണ്ടില്ലേ, ഇത് ഒരു സമതാപ രേഖകളുടെ വിന്യാസക്രമം എല്ലായിടത്തും ഒരേപോലെയാണോ എന്ന് നോക്കണം. ഭൂമധ്യ രേഖയിൽ നിന്നും അകലും തോറും താപനില പൊതുവെ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഭൂപടത്തിൽ വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ അഥവാ ഐസോതേംസ് പ്രകടമായി വളയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് താഴെ വായിക്കാം. നെക്സ്റ്റ് പേജ്. ദി ഐസോതേംസ് ഷോ എ നോട്ടിസബിൾ ബെൻഡ് അലോങ് ലാൻഡ് സീ കോൺഫ്ലുവൻസസ്. വാട്ട് മേ ബി ദി റീസൺ? വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ ഐസോതേംസ് പ്രകടമായി വളയുന്നത് എന്തുകൊണ്ടായിരിക്കാം? Compared to the northern hemisphere, isotherms are more or less parallel to the latitudes in the southern hemisphere. Why? ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമാകാനായിട്ട് കാരണം എന്തായിരിക്കും? There is spatial and temporal variation in the temperature experienced on Earth. Let's examine the factors influencing the distribution of temperature. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. എന്തൊക്കെ ഘടകങ്ങളാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയല്ല ചൂട് അനുഭവപ്പെടുന്നു. അതെന്തൊക്കെ ഘടകങ്ങളാണ് ഈ ചൂടിനെ സ്വാധീനിക്കുന്നത് നമുക്ക് നോക്കാം. ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശീയ സ്ഥാനം. വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് അലോങ് ദി equatorial regions where the incidence of sun's rays is almost vertical. സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായിട്ട്, അതായത് ഏറെക്കുറെ നേരെ പതിക്കുന്ന ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ, അതായത് ഇക്വട്ടോറിയൽ റീജിയൻസിൽ താപനില വളരെ കൂടുതലായിരിക്കും. പിക്ചർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. നോർത്തേൺ പോൾ, സൗത്തേൺ പോൾ പിക്ചർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. Owing to the spherical shape of the earth, the incidence of sun's rays are more inclined away from the equator towards the poles. Thus, the temperature gradually decreases towards both the poles. On the basis of this, different temperature zones may be formed. ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു. അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു. ഡിഫറെൻ്റ് ടെമ്പറേച്ചർ സോൺസ് രൂപപ്പെടുന്നു.
തെർമൽ ഇക്വേറ്റർ അഥവാ താപീയ മധ്യരേഖ എന്താണെന്ന് നോക്കാം. ഇമാജിനറി ലൈൻ കണക്റ്റിംഗ് പ്ലേസസ് വിത്ത് ഹയസ്റ്റ് മീൻ ആനുവൽ ടെമ്പറേച്ചർ അലോങ് എവരി ലോങ്ങിറ്റ്യൂഡ് ഈസ് ടേംഡ് ആസ് തെർമൽ ഇക്വേറ്റർ. ഓരോ രേഖാംശരേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ അഥവാ തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ്. ഒബ്സർവ് ദി ഡയഗ്രാം, ഫെമിലറൈസ് ദി ടെമ്പറേച്ചർ സോൺ ആൻഡ് ഐഡന്റിഫൈ ദി ലാറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ വിച്ച് ദീസ് സോൺസ് ആർ ലൊക്കേറ്റഡ്. ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് താപീയ മേഖലകൾ ഏതെല്ലാമാണെന്നും അവ ഏതൊക്കെ അക്ഷാംശങ്ങൾക്ക് ഇടയിലാണെന്നും മനസ്സിലാക്കണം. അടുത്തത് ആൾട്ടിറ്റ്യൂഡ്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. Atmospheric temperature gradually decreases with increase in altitude. The phenomenon of gradual decrease in temperature at the rate of 6.4 degrees Celsius per kilometer of altitude is termed as normal lapse rate. അതായത് ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള ഈ പ്രതിഭാസത്തെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഒബ്സർവ് ദി ഡയഗ്രാം, ഫെമിലറൈസ് ദി ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്, എസ്റ്റിമേറ്റ് ദി ടെമ്പറേച്ചർ അറ്റ് 6 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ലേബൽ ഇറ്റ്. ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് ഉയരത്തിനനുസരിച്ച് താപനിലയിൽ ഉണ്ടാകുന്ന കുറവ് മനസ്സിലാക്കണം. 6 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില എത്രയായിരിക്കുമെന്ന് കണക്കാക്കിയിട്ട് ചിത്രത്തിൽ എഴുതി ചേർക്കണം. നെക്സ്റ്റ് പേജ്. വൈ ഡു വി ജനറലി എക്സ്പീരിയൻസ് ലോ ടെമ്പറേച്ചർ അറ്റ് പ്ലേസസ് സിറ്റുവേറ്റഡ് അറ്റ് ഹയർ എലവേഷൻസ് സച്ച് ആസ് ഊട്ടി, മൂന്നാർ ആൻഡ് കൊടൈക്കനാൽ. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്. കമ്പയർഡ് ടു സീ, ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് കൂൾഡ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. ദസ് ദി ലാൻഡ് ഏരിയാസ് എക്സ്പീരിയൻസ് ഹയർ സമ്മർ ടെമ്പറേച്ചർ ആൻഡ് ലോവർ വിന്റർ ടെമ്പറേച്ചർ വെൻ കമ്പയർഡ് ടു സീ. സമുദ്ര ഉപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം ദി സീ, സമുദ്രത്തിൽ നിന്നുള്ള അകലം. ദി വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ ആൻഡ് വൈസ് വേഴ്സ ഹെൽപ്പ് ടു മോഡറേറ്റ് ദി ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് എലോങ് കോസ്റ്റൽ ഏരിയാസ്. Away from the sea, the maritime influence gradually decreases to cause very high day temperature and low night temperature. സമുദ്ര തീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചു വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. ലുക്ക് അറ്റ് ദി ഡയഗ്രാം, അനലൈസ് വിച്ച് പ്ലേസ് എ ഓർ ബി എക്സ്പീരിയൻസ് ദി ഹയസ്റ്റ് ഡ്യൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. ഭൂപടത്തിൽ എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തി നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയായിരിക്കും ദൈനിക താപാന്തരം കൂടുതൽ, ഡ്യൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കൂടുതൽ എന്ന് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം. ഡ്യൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ജനറലി ലോ ഇൻ കേരള. വൈ? കേരളത്തിൽ പൊതുവേ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത്. മിതമായ താപനില എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടില്ല, അല്ലെങ്കിൽ ഒരുപാട് തണുപ്പില്ല. ഒരു മിതമായ അവസ്ഥയിലാണ് ചൂടും തണുപ്പും കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന്. കേരളം സമുദ്രതീരത്തായതുകൊണ്ട് തന്നെ കടലിലെ തണുപ്പും കാറ്റും ആർദ്രതയും എല്ലാം മിതമായ കാലാവസ്ഥ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങൾ. The temperature along the coastal region is raised or lowered by the warm currents and cold currents respectively as they pass by. For example, the warm current called North Atlantic Current gives relief for the Western European countries from severe cold. On the other hand, the places situated along the northeastern Canada, which are also in the same latitude, experience severe cold for months
ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ലാബ്രഡോർ കോൾഡ് കറന്റ്. അതായത് ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഉഷ്ണജല പ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ശീതജല പ്രവാഹത്തിന്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്നു. Observe figure 1.9. Which of the two mountain slopes marked as A and B gets more sunlight? Now you must have understood that the availability of sunlight differs from one place to another in accordance with the relief. Due to this difference, the mountain slopes facing the sun experience higher temperature and opposite slopes experience lower temperature. ഈ ചിത്രം 1-9 നിരീക്ഷിച്ചിട്ട് ഇതിലെ എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തി നൽകിയിട്ടുള്ള പർവ്വത ചെരിവുകളിൽ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക എന്ന് കണ്ടെത്തണം. ഭൂപ്രകൃതിക്കനുസരിച്ച് ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകളിൽ താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചെരിവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നു. Barometer is the instrument used to measure atmospheric pressure. Barometers are of different types such as mercury barometer and aneroid barometer. In mercury barometer, the average pressure on the Earth's surface is recorded as 76 cm. Atmospheric pressure is usually recorded in units millibars MB or hectopascal HPA. The average atmospheric pressure experienced on the Earth's surface is estimated as 1013.2 MB or HPA. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ, അനറോയിഡ് ബാരോമീറ്റർ തുടങ്ങി വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷം 76 സെന്റിമീറ്ററായി രേഖപ്പെടുത്തുന്നു. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ മില്ലിബാർ, MB, ഹെക്ടോപാസ്കൽ, HPA എന്നീ ഏകകങ്ങളിലാണ്. ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 MB അഥവാ HPA ആണ്. Now you might have understood that there is spatial and temporal variability in the distribution of temperature and also know the reasons for the same. ഭൗമ ഉപരിതല താപവിതരണത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിലെ താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങളുണ്ടെന്നും അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ഒക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. എന്തൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശീയ സ്ഥാനം, ആൾട്ടിറ്റ്യൂഡ് അഥവാ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്, ഓഷ്യൻ കറൻസ് സമുദ്രജല പ്രവാഹങ്ങൾ, ഇതൊക്കെയാണ് കാരണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ്. Let's see how these spatio-temporal variations in temperature influence other atmospheric phenomena. ഭൗമോപരിതല താപവിതരണത്തിലെ സ്ഥലകാല വ്യത്യാസങ്ങൾ മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ്, അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും. Like any other matter, air also has weight. The weight exerted by the atmospheric air over the Earth's surface is termed as atmospheric pressure. മറ്റെല്ലാ വസ്തുക്കൾക്കും എന്നതുപോലെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏതൊക്കെയാണ് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് നോക്കാം. ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം,
അന്തരീക്ഷ വായുവിലെ ജലാംശം. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ഘടകങ്ങൾ ഓരോന്നും അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. Atmospheric air expands on getting heated and rises up. Thus, low pressure regions are formed. This rising air gradually cools, contracts and subsides to form high pressure regions. As the density of atmospheric gases decreases with the increase in altitude, atmospheric pressure gradually decreases. The vertical variation of atmospheric pressure is at the rate of about 1 MB per 10 meters. അന്തരീക്ഷമായി ചൂട് പിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞു ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരം ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു അഥവാ ഹൈ പ്രഷർ റീജിയൻസ് രൂപപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുന്തോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതുകൊണ്ട് അന്തരീക്ഷ മർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. Why do we feel discomfort like clogging of ears while traveling to higher elevations? ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെവിയടുപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മുകളിലേക്ക് ചെല്ലുന്തോറും ഓക്സിജന്റെ അളവ് കുറയുകയാണ്. വായുവിൻ്റെ സമ്മർദ്ദത്തിലൊക്കെ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നത്. As the humidity increases, the water molecules displace the heavier gases in the atmosphere like nitrogen and oxygen. The atmospheric pressure becomes low as humid air is lighter than dry air. വായുവിലെ ജലാംശം കൂടുമ്പോൾ, അതായത് ആർദ്രത കൂടുമ്പോൾ, നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ഈ ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രവായുവിൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. Coastal regions experience comparatively lower atmospheric pressure than interior locations. Why? ഉൾപ്രദേശങ്ങളെ അപേക്ഷിച്ച് തീരപ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. കാരണമെന്ത്? അതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ മുകളിൽ വായിച്ചത്. The air movements right from light breezes to violent gales are the results of variations in atmospheric pressure. Thus, through analysis regarding the spatial distribution of atmospheric pressure is essential for meteorological purposes. Smooth curved lines are drawn on maps to connect places having equal atmospheric pressure. These imaginary lines are called isobars. ഇളങ്കാറ്റുകൾ മുതൽ വലിയ കൊടുങ്കാറ്റുകൾ വരെ കാരണമാക്കുന്നത് അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ്. അതുകൊണ്ട് സ്ഥാനീയ മർദ്ദ വിതരണം സംബന്ധിച്ച് വിശകലനങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ മർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പികമായ രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെയാണ് സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പേജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.